പെരുവെമ്പ് പഞ്ചായത്തിൽ പൊതുനീന്തൽക്കുളം നിർമ്മിക്കണമെന്ന് ആവശ്യമുയർന്നു. വിദ്യാർത്ഥികൾ മുങ്ങിമരിക്കുന്നത് ഒഴിവാക്കാനും നീന്തൽ പരിശീലന രംഗത്ത് മികവ് തെളിയിച്ച് കായിക താരങ്ങളാക്കി മാറ്റിയെടുക്കാനും പഞ്ചായത്തിൽ എല്ലാ സജ്ജീകരണത്തോടുകൂടി ഒരു നീന്തൽക്കുളം സജ്ജമാക്കണമെന്ന് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം ആവശ്യപ്പെട്ടു. പാരന്റ്സ് കോർഡിനേഷൻ ഫോറം ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ചിത്ര, വൈസ് പ്രസിഡന്റ് എം രാജ്കുമാർ, സ്ഥിരം സമിതി അംഗം ഐ ഷാഹുൽ ഹമീദ് എന്നിവരെ ആദരിക്കുന്ന ചടങ്ങിലാണ് പഞ്ചായത്തിൽ നീന്തൽക്കുളം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉടമസ്ഥതയിലുള്ള കാടുപിടിച്ചു കിടക്കുന്ന കുളങ്ങളെ ആഴം കൂട്ടി വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യണം. MP, MLA ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ വിനിയോഗിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ മുൻകൈയെടുക്കണമെന്ന് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം ആവശ്യപ്പെട്ടു. കുടുംബശ്രീ യൂണിറ്റുകളെ ലഹരിക്കെതിരെ പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തുവാനും പഞ്ചായത്ത് ഭരണസമിതി സമയം കണ്ടെത്തണമെന്ന് അവർ പറഞ്ഞു. ഫോറം പ്രസിഡന്റ് C. ആറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാമനെ കണ്ട, അല്ലെങ്കിൽ ചെറിയച്ഛനെ കണ്ട, അല്ലെങ്കിൽ മറ്റു ബന്ധുവിനെ കണ്ട ഭയപ്പെട്ട് പ്രായമുള്ളവർ പോലും ഒന്ന് വീടി വലിക്കുകയാണെങ്കിൽ മറച്ചു വലിക്കാനുള്ള ഒരു മര്യാദയുടെ കാലഘട്ടമാണ്. ഇന്ന് ആരും അറിയാതെ ഒരുപക്ഷെ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാധനങ്ങളാണ്, ലഹരി വസ്തുക്കളാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അത് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. വളരെ ഗ്രാമങ്ങളിൽ നമ്മുടെ അറിവുകൾ എത്തുന്നതിൻ്റെ വേഗത്തിൽ ഈ അറിവുകൾ എത്തുന്നു എന്നുള്ളത് എങ്ങനെയാണത് സാധിക്കുന്നത്? കാരണം എത്രയോ കാലമായി നമ്മൾ സാധാരണ അറിവുകളിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കുകയാണ് അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളൊക്കെ എൻ്റെ കുട്ടികളുടെ പഠനത്തിൻ്റെ ആ പഠനത്തിനേക്കാളും വേഗത്തിലാണ് ഈ വിഷയം. എന്തൊക്കെയാണെന്ന് ഉപയോഗിക്കുന്നത്, എന്താണ് വൈറ്റ്നർ, പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ലഹരി ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക. ജോയിന്റ് സെക്രട്ടറി കുമരേഷ് വടവന്നൂർ അധ്യക്ഷനായി. S. ബേബി, A. സാദിഖ്, ഗുരുവായൂരപ്പൻ, A. കാജ ഹുസൈൻ, ജമീല പുതുനഗരം, ഓമന എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.